ഈ സാർ ഈ ആദ്യകാല നാടകങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ആദ്യകാലം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കലാകുടുംബമാണെന്ന്. എൻ്റെ അപ്പൂപ്പൻ നാടകം നടന്നാലും എൻ്റെ ബ്ലഡ് ആയിരിക്കുമല്ലോ. ആദ്യ നാടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അമ്മായിയപ്പൻ വൈക്കമ്മണി സാറിൻ്റെ ഒരു അറിയാമല്ലോ, അതൊക്കെ അറിയാമല്ലോ, എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നത്. വൈക്കമ്മണി സാറ് തിരുവനന്തപുരത്ത് നിന്നൊരു സ്വന്തം നാടക സമിതി തുടങ്ങി. കവിതാ സ്റ്റേജ് എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. ആ സ്റ്റേജിലൊരു പകരക്കാരനായിട്ടാണ് സത്യമായിട്ട് ഞാൻ ആ നാടകത്തിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു നടിയാണ് എന്നെ ഈ പ്രൊഫഷണൽ നാടകത്തിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന ഈ അമച്ചർ നാടകം എന്ന് പറയുന്നത് ഈ ഒറ്റ നാടകങ്ങൾ എന്ന് പറയുന്നത് അതിൽ അഭിനയിക്കാൻ കൊണ്ടുവന്ന ഒരു നടിയാണ്. ആ നടി ഈ വൈക്കമണി സാറിൻ്റെ നാടകത്തിൽ അഭിനയിക്കുന്നത്. അവർ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞങ്ങളുടെ റിഹേഴ്സലിന് പങ്കെടുക്കും. അപ്പോൾ ഈ ഞാൻ ചെയ്യേണ്ട വേഷം വേറൊരാൾ ചെയ്യുന്നു, ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ ചെയ്യുന്നുണ്ട്. അയാൾ എന്തോ കാരണം കൊണ്ട് പിണങ്ങിപ്പോയി. പിന്നെ 3 ദിവസമേ ഉള്ളൂ നാടകം. അപ്പോൾ ഇങ്ങനൊരു നടനുണ്ട് സാർ, ഞാൻ സാറൊന്ന് കാണണം എന്ന് പറഞ്ഞു എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ പോയി സാറിനെ കണ്ടു, നാളെ വന്ന് ക്യാമ്പിലെത്താൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യം കവിതാ സ്റ്റേജ് എന്ന നാടകത്തിൽ, ജ്വാലാമുഖി എന്നാണ് നാടകത്തിൻ്റെ പേര്. നമ്മുടെ ജഗതി NK ആചാരി എഴുതിയ നാടകമാണ്. 3 ദിവസം കൊണ്ട് പഠിച്ചെടുത്തു. 3 ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം മുന്നിൽ കാണുമ്പോൾ നമ്മൾ അറിയാതെ പഠിച്ചു പോകും. ഒരു നാടകം 3 ദിവസം കൊണ്ട് പഠിച്ചെടുത്തിരിക്കുന്നു. ഒരു ഡയലോഗ് പറയാൻ ഇവിടെ കണ്ട് ഒത്തിരി നേരത്തെ ഒരു നടനാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പ്. ഇപ്പൊ രാവിലെ എത്ര മുട്ട, കോഴിമുട്ട ആണെങ്കിൽ എത്ര, താറാമുട്ട ആണെങ്കിൽ എത്ര, പാല്, ഉച്ചയ്ക്ക് ബിരിയാണിയാണോ, മീൻ, ഒരു തയ്യാറെടുപ്പ് വേണ്ട നടനാവുക പറഞ്ഞാൽ ഗുസ്തിക്ക് പോകുന്ന പോലെയാണ്. ഞാൻ അതങ്ങനെയല്ല. ഈ ഒന്നാമതൊരു ഒരു നടന്റെ ബ്ലഡിൽ ഇതുണ്ടായിരിക്കണം, ചോരയിൽ അത് ഉണ്ടാകണം. ഒരു കലാകാരന്റെ ഇവിടെ ഉണ്ട്. ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോ ഷുഗർ, പഞ്ചാരയുടെ ദോശയുടെ കരിയുന്നുണ്ട, അത് തിരിച്ചിടാത്തുണ്ടല്ലേ, പിന്നെ അത് തന്നെ തിരിഞ്ഞു വീഴുവോ? നല്ല കൂട്ട. ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഞാൻ മഞ്ഞിലാസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബാനർ നമുക്കുണ്ടായിരുന്നു. സത്യൻ സാറിൻ്റെ ഒരുപിടി നല്ല സിനിമകൾ ഇറങ്ങിയ അവരുടെ ഒരു സത്യൻ സാറൊക്കെ മരിച്ചതിന് ശേഷം മഞ്ഞിലാസിന് 7 നിറങ്ങൾ എന്നൊരു പടം ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ മമ്മൂട്ടി മോഹൻലാലിനെ പോലെ ഹീറോ ആയിട്ട് നിന്ന ഒരാളാണ് ജോസ് വിധുബാല. അവരുടെ ജോസ് എന്ന് പറഞ്ഞ ഇല്ല, അന്ന് നമ്മളില്ല. ആ പടത്തില് ഒരു നല്ല വേഷം ചെയ്തുകൊണ്ടാണ് ആദ്യ സിനിമയിൽ വരുന്നത്. അത് എൻ്റെ ഒരു നാടകം കണ്ടിട്ടാണ് അവരെന്നെ വിളിക്കുന്നത് ആ പടത്തിലേക്ക്. തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ്, കവടിയാർ വെച്ച് തന്നെ എൻ്റെ ഷൂട്ടിങ് നടന്നത്. അപ്പോൾ അതിൽ ജോസിൻ്റെ വീട്ടിലെ ബാല്യക്കാരനായിട്ടായിരുന്നു എൻ്റെ വേഷം. അതിൻ്റെ പ്രത്യേകത ആ സിനിമയിലെ കഥാപാത്രങ്ങൾ വളരെ കുറവായിരുന്നു. ഒരു 10-11 പേര് അതിനകത്തുണ്ടായിരുന്നു. അതിലൊരു വേഷം എനിക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമുണ്ട്. പിന്നെ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്നത് മഹാനായ ഹാസ്യത്തിൻ്റെ ഉത്തുംഗ സിംഗങ്ങളിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇരിക്കുന്ന ബഹദൂർ ഇക്കയുടെ കൂടെയാണ്. അപ്പോൾ പേടിയൊന്നും തോന്നിയില്ല അല്ലേ? സാധാരണ ഒരു പേടി, അതായത് മന്ദബുദ്ധിക്ക് ശ്മശാനത്തും പോകാമല്ലോ എന്നൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിട്ടില്ല. അന്ന് ഞാൻ പയ്യനായിരുന്നു. കാറൊക്കെ കഴുകുന്ന കാറ് കഴിയുന്ന പഴയ ആൾക്കാർക്കൊക്കെ അറിയാതെ ആ പടം. പക്ഷേ ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയി എന്നുള്ളതാണ്. ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആകുമെന്നോ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മലയാള സിനിമ മദ്രാസിലായിരുന്നു. അപ്പോൾ മദ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാർക്കും ഒക്കെ ഒരു വിദേശ രാജ്യം പോലെയായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ എന്നെ വിദേശത്തേക്ക് വിടാനൊരു മടി. അപ്പോൾ വീണ്ടും പഴയ നാടകം കളിയാനാണ്. അങ്ങനെ എൻ്റെ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നാടകം കണ്ടിട്ടാണ് രാജസേനൻ എന്നൊരു ഡയറക്ടർ കണ്ടത്. ഒത്തിരി വൻപൻ പടങ്ങൾ ചെയ്ത വിജയിപ്പിച്ച സൂപ്പർ പടങ്ങൾ നിർമ്മിച്ച അദ്ദേഹത്തിന്റെ ഗായകനാണ്. ഊട്ടിയിൽ വെച്ച് ഒരു പടം ചെയ്തു, ദില്ലിവാല രാജകുമാരൻ. ആ ദില്ലിവാല രാജകുമാരനിലെ രാജകൊട്ടാരത്തിലെ 4 കുടുംബങ്ങളുണ്ട്. അതിലൊരു കുടുംബത്തിലെ ആളായിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് ഒരു റീ എൻട്രി എന്നോണം രാജസേന സാറിൻ്റെ പടത്തിലാണ് അഭിനയിക്കുക. അപ്പോൾ അതിലെ കഥാപാത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട, എന്നെ ആദ്യ സിനിമയിലേക്ക് ശ്രദ്ധിപ്പിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് കഥാനായകനിലെ പാചകക്കാരൻ. പിന്നെ കൂടുതൽ സിനിമയിലേക്ക് അവസരം തന്ന ഒരു പടമാണ് സത്യനന്ദിക്കാടിൻ്റെ ഇരട്ടക്കുട്ടികളുടെ വത്സലൻ എന്നൊരു കഥാപാത്രം. കല്യാണപ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാനൊക്കാതെ നിൽക്കുന്ന ഒരു കഥാപാത്രം. എന്നിട്ട് ഇരട്ടക്കുട്ടികളുടെ അച്ഛനായോ? അല്ല, പടത്തിന്റെ പേര് അതൊരു. പിന്നെ എൻ്റെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് രാജീവ് അഞ്ചലിൻ്റെ ഗുരു
ഓസ്കാറിനൊക്കെ പോയ എന്തേ എന്റെ അടുത്ത് ചോദിക്കുന്നത് എന്തെങ്കിലും പറയണം. അടക്കം പറയാം കാശ് ചോദിച്ചോളാലോ. അല്ല അതല്ലേ എന്തേ പറ മടിക്കണ്ട പറഞ്ഞോ എന്ത് മണിയാ? ഒരു പാട്ട് പാടും. ആ ഇതിനാണ് ഇത്ര അയ്യോ, അതാണ് നമ്മളെ കൊണ്ട് പാടിക്കൊടുക്കണം സാറേ ഒരു പാട്ട്. പറ്റാത്ത- അല്ല എനിക്ക് പാടാൻ അല്ല, ശ്ശെ. എന്നാലും ഒരു കലാകാരൻ. പിന്നെ പടുപാട്ട് പാടാത്ത കൊച്ചുപ്രേമനുണ്ടോ നോക്കാം ഒരു സാറ് പാടണം. അത് കൊള്ളാം. ഞങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഒരു പാട്ടായിട്ടൊന്നും ഒരു കണക്കാക്കണ്ട വിപ്ലവകാരനായിക്കോട്ടെ. അത് വിപ്ലവകാരൻ വേണ്ട. അറിഞ്ഞൂടാ. അത് ആൾക്കാർ കേൾക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞങ്ങൾക്ക് സാറിന്റെ അടുത്ത് പിന്നെ സ്നേഹമുണ്ട്. ഞാനൊരു ഒരു 4 വരി. പാട്ട് പാടാം എനിക്കറിയാവുന്ന ഒരു 4 വരി. നല്ല സുറുമ നല്ല സുറുമ നല്ല സുറുമ നല്ല സുറുമ കൊച്ചു സിന്ദൂര പൊട്ടു തൊട്ടു മന്ദാര കണ്ണിണയിൽ സുന്ദരി മാരണിയും സുറുമ സുറുമ നല്ല സുറുമ ഇത്രയൊക്കെ മതി. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തണുത്തു പോയി. അല്ല, ഒരു ചായ കൂടെ എടുക്കാം. വേണ്ട 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 ചായ വേണ്ട. അപ്പൊ വേണ്ടേ സാറ് മനസ്സിൽ കരുതിയ പോലെ ഒരു നല്ല വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ജഗദീശ്വരൻ സാറിന് തരും. മലയാളത്തിലെ ഉണ്ടെങ്കിൽ അത് നടക്കും. എല്ലാ സിനിമ ആസ്വാദകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും അത്. പക്ഷെ അന്നേരം സുകുമാര വിലാസത്തിൽ വരണം കേട്ടോ. എങ്കിൽ പിന്നെ എനിക്ക് ഇതുവഴി ഒരു കണ്ണുടച്ചിട്ട് പോയാൽ മതി. ഞാൻ ഇങ്ങോട്ട് വന്നത് ബഹുമാനെ കാണാൻ ഇദ്ദേഹത്തെ രാഷ്ട്രീയക്കാരനെ ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞൊരു വലിയ ഭാഗ്യം തന്നെ. വളരെ സന്തോഷം. പിന്നെ വളരെ സന്തോഷം. അപ്പൊ സുകുമാര എന്താ അയ്യോ ചായക്ക് പൈസ എടുക്കല്ലേ. സുകുമാര വിലാസത്തിൽ വരുന്ന എല്ലാ കലാകാരന്മാർക്കും ഒരു ചായ എന്റെ വക ഫ്രീ ആണ്, സ്പെഷ്യൽ ടീ. അത് ഇവൻ തന്നെ അടിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് ചായയുടെ കാശായിട്ടില്ല, എന്റെ ഒരു സന്തോഷം. എനിക്ക് ഭയങ്കര എന്നാ പിന്നെ വാങ്ങിച്ചോടെ. സാറേ, ഇത് 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 ആശാനെ, അതിപ്പോ സന്തോഷത്തിൽ തരുന്നല്ലേ വാങ്ങി അല്ലേ? ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. അതല്ലേ എത്രയോ കാലത്തിൽ ഞാൻ കാണുന്നതല്ലേ ഈ മറ്റോ. അയ്യോ 1000 രൂപയാണ് മണിയാ. ആ പമ്പിലെ റോഡിൽ അങ്ങനെ 1000 രൂപ ചില്ലറ മേടിച്ചു. എന്തിന് കിട്ടൂല. എന്തിന് ഞാനിത് സുകുമാരൻ അറിഞ്ഞു കൊടുത്തതാ, അറിഞ്ഞു തന്നതാ. സുകുമാരൻ വെച്ചോ അയ്യോ വെച്ചോ. 1000 ആ ആശാനെ തന്നെ. സുകുമാര 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 ഇത് ഇങ്ങനെ വെള്ളം കുടി. ഇങ്ങനെ വരാറുണ്ടോ കൂടെ കൂടെ? വെള്ളം കുടി. ഏയ് ഇങ്ങനെ വരാറുണ്ടോ ഇത് കൂടെ? അല്ല, ഇത് ഇങ്ങനെ എന്തുവാ പ്രേമ സാറേ കാണിച്ചത്? എന്ന് വെച്ചാൽ എന്റെ സന്തോഷത്തിന് ഞാൻ സാറേ സന്തോഷത്തിന് എന്ന് പറഞ്ഞ 1000 രൂപ ഒറ്റ നോട്ട് ഇങ്ങനെ കൊടുക്കുവോ? എന്താ ഈ കട തുടങ്ങിയിട്ട് കട തുടങ്ങുന്ന കാര്യം പോട്ടെ. അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 1000 രൂപ ഒറ്റ നോട്ട് കാണുന്നത്. ഇതിപ്പോ ബോധം പോയല്ല. അത് ഞാൻ അറിഞ്ഞു. അത് ഇപ്പൊ സാറ് സന്തോഷത്തിന് വേണ്ടി കൊടുത്തു, അതെ, സമ്മതിച്ചു. സമ്മതിച്ചു. 5000ന്റെ നോട്ട് ഇറങ്ങാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ സാറ് സന്തോഷത്തിന് 5000ന്റെ നോട്ട് കൊടുക്കും. ആ സെക്കൻഡിൽ സുകുമാര വിലാസത്തിന്റെ മുമ്പിൽ ഇതാ കരിങ്കൊടി പൊങ്ങും. നാളെ പത്രത്തിൽ വരികയും ചെയ്യും. 5000ന്റെ ഒറ്റ നോട്ട് കണ്ട് സുകുമാര വിലാസത്തിന്റെ പ്രൊപ്പറൈറ്റർ ഹൃദയം പൊട്ടി മരിച്ചെന്ന്. സുകുമാര ആശാനെ സുകു 1000.